അയാൾ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ നമ്മുടെ പരമേശ്വരൻ ആ കണിമംഗലത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ആ പത്മിനിയോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയാണ്. ആ ജപ്തി നടക്കാൻ പോവുകയാണ് നാളെ എന്നുള്ള ആ വിവരം. അപ്പോൾ പത്മിനി ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നൊക്കെ ഉണ്ട്. അപ്പം പരമേശ്വരൻ പറയുന്നുണ്ട്, ഇനി ബാക്കിയുള്ള എല്ലാവരെയും കൂടി അറിയിച്ച് അവരെയും കൂടി ടെൻഷൻ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആരോടും പറയാത്തത്. നീ ഇത് രഹസ്യമായിട്ട് തന്നെ നിർത്തണം, കാരണം അവരെയും കൂടി ടെൻഷൻ ആക്കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഈ പത്മിനിയോട് ഈ പരമേശ്വരന് പറയുന്നുണ്ട്. പിന്നെ പരമേശ്വരന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ വീടിനെക്കുറിച്ച് അവർ ആ വീടുമായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആദ്യമായിട്ട് ആ വീട് പണിയുമ്പോൾ ഉള്ള അവരുടെ ആ ഒരു സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പരമേശ്വരൻ പറയുന്നുണ്ട്, ഇനി നാളെ നമ്മൾ തെരുവിൽ ഇറങ്ങാൻ പോവാണ്. അപ്പം നമ്മുടെ കുടുംബം എല്ലാവരും കൂടി നാളെ തെരുവിൽ ഇറങ്ങണേ. ഇതുവരെ ഞാൻ എത്രമാത്രം സമ്പാദിച്ചു കൂട്ടിയോ അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 പൈസ പോലും ഇല്ലാതെ ഞാനിപ്പോൾ കണിമംഗലം പരമേശ്വരൻ എന്ന് പറയുന്ന ഞാൻ ഇപ്പോൾ ദരിദ്രനായിരിക്കുകയാണ്. ഞാൻ എൻ്റെ കുടുംബത്തിനെയും കൂട്ടി എൻ്റെ അമ്മനെയൊക്കെ കൂട്ടി ഇനി ഞാൻ തെരുവിലേക്ക് ഇറങ്ങി ഞാൻ എങ്ങോട്ട് പോകണമെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പത്മിനൊക്കെ കെട്ടിപ്പിടിച്ച് അങ്ങ് പൊട്ടി കരയുന്നൊക്കെ ഉണ്ട്. ഈ പത്മിനി പറയുന്നുണ്ട്, പരമേശ്വരൻ്റെ കൂടെ ഞാൻ ഏറ്റവും വലിയ പണക്കാരിയായിട്ട് ജീവിച്ചിരിക്കുന്ന ആ സൗഭാഗ്യത്തിൽ മാത്രമല്ല കൂടെ നിൽക്കുക, പക്ഷെ ഞാൻ ഏറ്റവും ദരിദ്രയായി മാറുന്ന സമയത്ത് ഞാൻ പരമേശ്വരേട്ടൻ്റെ കൂടെ തന്നെ നിൽക്കും. എനിക്ക് ആ ഒരു അവസ്ഥയിൽ എനിക്ക് കൂടെ തന്നെ നിൽക്കാൻ കഴിയും എന്നൊക്കെ ഈ പത്മിനി ഈ പരമേശ്വരനോട് അങ്ങ് പറയുന്നുണ്ട്. ആ ഒരു ഏത് പ്രശ്നത്തിലും ഞാൻ തൻ്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ള ആ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോൾ ഈ പരമേശ്വരന് ഭയങ്കരമായിട്ടൊരു ആശ്വാസം തോന്നുകയാണ്. ആ ഒരു ടെൻഷൻ്റെ ഇടയിൽ ആ ഒരു വാക്കുകളൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ നേരം വെളുത്ത് ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ നമ്മുടെ പ്രിയങ്ക ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്നൊക്കെ ഉണ്ട്. മുടിയൊക്കെ ഇങ്ങനെ കേളി ചെയ്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ ആ വീടിൻ്റെ മുറ്റത്തേക്ക് നല്ലൊരു വലിയൊരു കാർ അങ്ങ് വന്ന് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാറിൽ നിന്ന് ഒരു ഡ്രൈവർ പുറത്തേക്ക് അങ്ങ് ഇറങ്ങാണ്. എന്നിട്ട് നേരെ ഈ പ്രിയങ്കക്ക് അങ്ങ് വിളിക്കുന്നുണ്ട്, അതെ ഞങ്ങളിവിടെ വീട്ടിൽ മുറ്റത്ത് എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ കേളി ചെയ്തിരിക്കുന്ന ഈ പ്രിയങ്ക റൂമിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ആ ഓക്കെ ഇതാ ഞാൻ വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹാളിൽ നമ്മുടെ ദേവനും യശോദയും കൂടി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ആ വീട് മുറ്റത്ത് ആ ഒരു കാറ് വന്നിരിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ദേവൻ പറയുന്നുണ്ട്, അല്ല ഇതാരാ വീട്ടുമുറ്റത്ത് വേറൊരു കാറ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ യശോദ പറയുന്നുണ്ട്, അത് നമ്മുടെ പുതിയ പണക്കാരതായിരിക്കും, അങ്ങോട്ടൊന്നും പോയി നോക്കണ്ട ദേവേട്ടനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ, നമ്മുടെ വീട് മുറ്റത്ത് ആരാണ് വന്നിരിക്കുന്നതെന്നൊന്നും അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവൻ അങ്ങ് കയറി ചെല്ലുകയാണ്. ആ പുറത്തേക്ക് അങ്ങ് നോക്കുകയാണ്. അപ്പോൾ ആ കാറിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാറിൻ്റെ പുറത്ത് അടുത്ത് ഇങ്ങനെ ആയിട്ട് ഒരു സാരിയൊക്കെ ചുറ്റിയിട്ടൊരു സ്ത്രീ അങ്ങോട്ട് തിരിഞ്ഞങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാരാണ്, പുറംഭാഗം മാത്രം കാണുന്നുള്ളൂ. അപ്പോൾ ഇതാരാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ദേവന് യശോദ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ആരാണ് ഈ സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പട്ട് സാരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രിയങ്ക പിറകിലിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും റിയാക്ഷൻ ഇങ്ങനെ പ്രിയങ്ക ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാരായിരിക്കും, ഇവരെങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പ്രിയങ്ക ഈ ദേവൻ്റെയും യശോദയുടെയും തൊട്ട് പിറകിൽ അങ്ങ് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരും ഇങ്ങനെ നോക്കുകയാണ് ആരാണ് ആ സ്ത്രീ എന്ന്. അപ്പോൾ നേരെ തിരിയുമ്പോൾ നമ്മുടെ സുകുമാരി മുത്തശ്ശി അങ്ങ് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. നല്ല സെറ്റ് സാരിയൊക്കെ പട്ട് സാരിയൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നല്ല ബാഗൊക്കെ പിടിച്ചിട്ട് ഭയങ്കര സ്റ്റൈലിഷായിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ദേവന് യശോദക്കും ഇങ്ങനെ ചിരിയാണ് വരുന്നത്. ഇങ്ങനെ ഒരു വേഷം കെട്ടലൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിയൊക്കെ വരികയാണ്. അപ്പോൾ ഈ പ്രിയങ്ക ഇവർ രണ്ടുപേരും മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇവരിങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം പ്രിയങ്കക്കും എന്തോ ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയാണ് ഇവർ ചിരിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഇടയിലൂടെ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട് ഇവള്. അപ്പം ഈ മുത്തശ്ശിനെങ്ങനെ ഇവർ രണ്ടുപേരും നന്നായിട്ടൊന്ന് കാണട്ടെ എന്നുള്ള മട്ടിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്താണ് ദേവൻ്റെ യശോദയുടെ ഒരു റിയാക്ഷൻ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ യശോദ പറയുന്നുണ്ട്, അമ്മേ എന്തൊരു കോലാണ് അമ്മ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുകുമാരി മുത്തശ്ശി ആ ചോദ്യം വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം എത്രയും കഷ്ടപ്പെട്ട് മാറ്റി ഒരുങ്ങി വരുമ്പോൾ ഈ ചോദ്യമാണ് ചോദിക്കുന്നത് എന്നുള്ള മട്ടിലാണ് നമ്മുടെ സുകുമാരി മുത്തശ്ശി അങ്ങ് നിൽക്കുന്നത്. ആ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താടി നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് അങ്ങ് നടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാണ് ഇനി എൻ്റെ കോലം, ഇനി മുതൽ ഞാൻ ഇങ്ങനെയായിരിക്കും നിങ്ങൾ എന്നെ കാണാൻ പോകുന്നത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ദേവൻ പറയുന്നുണ്ട്, ഇവള് പ്രിയങ്കമോള് പിന്നെ ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നതൊക്കെ ഓക്കെ, പക്ഷെ നിങ്ങളിങ്ങനെ ഒരുങ്ങുന്നതൊക്കെ കണ്ടിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശിനെ അങ്ങ് പരിഹസിക്കുകയാണ് ദേവന്. അപ്പോൾ പിന്നെ ഈ സുകുമാര മുത്തശ്ശി അറിയുന്നുണ്ട്, അതേ നിങ്ങൾ എൻ്റെ മോളെ പറ്റി പറയുന്നത് എനിക്ക് പിടിക്കില്ല, എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ, പക്ഷെ അവളെ പറ്റി എങ്ങാനും പറഞ്ഞാൽ ഇതുവരെ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദേവൻ്റെ ഒരു ദരിദ്രനായ ദേവൻ്റെ അമ്മയായിരുന്നു
വിചാരിച്ചിരുന്നത് ഞാൻ. പക്ഷേ ഇനി മുതൽ ഞാൻ അങ്ങോട്ട് പണക്കാരിയായിട്ടുള്ള പ്രിയങ്ക മോളുടെ മുത്തശ്ശിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ട എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി മുതൽ ഈ ഒരു വേഷത്തിൽ, ഈ ഒരു ലുക്കിലായിരിക്കും ഇനി എന്നെ കാണാൻ പോകുന്നത്. ആ പഴയ ഒരു സാരിയും ആ ഒരു ബ്ലൗസൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ലുക്ക് തന്നെ ഞാൻ മാറ്റിയിരിക്കുകയാണ്. ഇനി ഈ ഒരു ഫാഷനബിൾ ആയിട്ടായിരിക്കും ഞാൻ ഇനി കാണാൻ പോകുന്നത് എന്നൊക്കെ ഇവരോട് രണ്ടുപേരോട് അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. ഒരു പരിഹാസത്തോടെയാണ് ഇവരാകെ നോക്കി കാണുന്നത്. എന്നിട്ട് ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും, വാടി പ്രിയങ്ക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ആ കാറിൽ അങ്ങ് കയറി പോകാൻ നിൽക്കുകയാണ്. അവൻ പ്രിയങ്ക നമ്മുടെ മുത്തശ്ശി കാറിലേക്ക് അങ്ങ് പോകുന്ന സമയത്ത് ദേവനോടും യശോദനോടും കൂടി പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നതൊക്കെ വലിയ സംഭവമായിട്ടാണ് ഇവർ രണ്ടുപേരും കാണുന്നതെന്നാണ് നമ്മുടെ പ്രിയങ്കയുടെ സുകുമാരി മുത്തശ്ശിയുടെ ഒക്കെ മനസ്സിൽ. അവർ രണ്ടുപേരും നിന്നിട്ട് കാറിൽ കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ദേവനും യശോദ എങ്ങനെ എന്താണ് ഇവർക്ക് ഈ സംഭവിച്ചത് എന്നുള്ള മട്ടിലിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ യശോദ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവർ ചെയ്ത് കൂട്ടുകയെന്നൊന്നും അറിയില്ല എന്നൊക്കെ ദേവനോട് ഇങ്ങനെ പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, എന്തായാലും നാട്ടുകാർക്ക് ഇടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ അമ്മ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. ഇനി അതിലേക്കുള്ള വേറൊരു ടോപ്പിക്കാണിത്. ഇനി നാട്ടുകാർക്ക് അങ്ങനെ ഈ കാര്യമൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിപ്പിക്കാലോ, അതിനുള്ള ഒരു വേറൊരു കാര്യം കൂടിയാണ് നമ്മുടെ അമ്മ അങ്ങ് നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവൻ ഇങ്ങനെ ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പണം കയ്യിൽ കിട്ടുന്ന ആ സമയത്ത് ആളുകളൊക്കെ ഇങ്ങനെ ഇത്രയും മാറ്റം വരും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മാറുന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണാണ്. കോലം തന്നെ മാറ്റിക്കളയുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവന് ഇവർ രണ്ടുപേര് അങ്ങ് പറയാണ്. കാരണം ഇവർ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നൊക്കെ അങ്ങ് നോക്കി കാണാം എന്നല്ലാതെ അത് തടയാനൊന്നും ദേവന് കഴിയുന്നില്ല. അപ്പോൾ ഇവരിനി എന്തൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഇവർ അവിടെ അങ്ങനെ ഇരുന്ന് ആ കാറ് പോകുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ആരതി നേരെ ആ ഒരു പോലീസ് ഓഫീസറോട് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ പോലീസ് ഓഫീസറോട് ചോദിക്കുന്നുണ്ട്, അല്ല കേസ് എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ ആ ഒരു പുഴയിലുള്ള അന്വേഷണമൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് പറയാണ്. കാരണം ഇനി തെരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല, പുഴയിലും കടലിലൊക്കെ തെരഞ്ഞു, ആ ഒരു ബോഡി കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. എന്തായാലും ഇനി ശ്യാമ ജീവിച്ചിരിപ്പില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ ഈ ആരതിനോട് അങ്ങ് പറയുമ്പോൾ ആരതിക്ക് അത് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ആരതി പറയുന്നുണ്ട്, അത് മാത്രം പറയരുത്, ശ്യാമ മേഡം എന്ന് പറയുന്നത് എൻ്റെ ചെറിയമ്മയായതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കാൻ ഒരു പോസിബിലിറ്റി ഇല്ല. നിങ്ങൾക്ക് അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടാണ് എന്നുള്ള രീതിയിൽ ഈ ആരതി ഈ പോലീസുകാരനെ ഒന്ന് ചെറുതായിട്ട് കുറ്റപ്പെടുത്താണ്. അപ്പോൾ ഈ ആരതി ചോദിക്കുന്നുണ്ട്, അല്ല പിന്നെ ബെഞ്ചമിൻ്റെ കാര്യം എന്തായി? ബെഞ്ചമിനെ അന്വേഷിച്ചു, അവൻ്റെ കൂട്ടാളികളൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തിയോ, എന്തെങ്കിലും തുമ്പ് കിട്ടിയോ എന്നൊക്കെ ഈ പോലീസുകാരനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ പോലീസുകാരൻ പറയുന്നുണ്ട്, അത് പിന്നെ ഞങ്ങൾ നന്നായിട്ട് അന്വേഷിച്ചു, പക്ഷേ യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല, അവന് വിദേശത്തേക്ക് എങ്ങാനും കടന്നോ എന്നാണ് സംശയം എന്നൊക്കെ ഇങ്ങനെ ഈ ആരതിനോട് പറയുമ്പോൾ ആരതിക്ക് വീണ്ടും അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അത് നിങ്ങളുടെ പിടിപ്പിക്കോടേണ്ട കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാഞ്ഞത്. കാരണം ഈ വർണ്ണനും രാധികയ്ക്കും പിന്നാലെ കുറേ കാലമായിട്ട് തന്നെ അവൻ പിന്നാലെ തന്നെ ഉണ്ട്. ഒരു അപകടം നടത്തുന്നതൊക്കെ അവൻ്റെ ആ ഒരു അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് അത് നിങ്ങളുടെ പിടിപ്പിക്കേട് കൊണ്ട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഈ പോലീസുകാരനെ അങ്ങ് കുറ്റപ്പെടുത്താണ്. അപ്പോൾ ഈ പോലീസുകാരനോട് ആരതിനോട് ഈ പോലീസുകാരൻ തിരിച്ചും പറയുന്നുണ്ട്, അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് അതിൽ പിടിച്ച് കയറാൻ കഴിയുള്ളൂ. അങ്ങനെ ഒന്ന് ഞങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പഴി ചാരിയിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ഇങ്ങ് പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ, കുറ്റപ്പെടുത്തിയതല്ല എന്നൊക്കെ ഇങ്ങനെ ഈ പോലീസുകാരനോട് പറയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ആ കേസ് അന്വേഷിക്കണം എന്നുള്ള ആ ഒരു കേസ് കുറച്ചുകൂടി ഊർജിതമാക്കണം എന്നൊക്കെ ഇങ്ങനെ ആരതി ഈ പോലീസുകാരനോടൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണിമംഗലത്താണെങ്കിൽ അവസ്ഥ ഭയങ്കര മോശമായിരിക്കുകയാണ്. അപ്പോൾ ഈ ജപ്തി ചെയ്യാൻ ആളുകളൊക്കെ അങ്ങ് മുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് പരമേശ്വരൻ്റെ വീട്ടിലുള്ള ബാക്കി അംഗങ്ങളോടൊക്കെ പറയുന്നത് ഇന്നാണ് ജപ്തി എന്നൊക്കെ. അപ്പം പരമേശ്വരൻ ഇവരോട് എല്ലാവരോടും കൂടി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ എനിക്കൊന്നും കഴിഞ്ഞില്ല, ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്, ഈ ഒരു പരിധി വരെ ഞാൻ നോക്കി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, പക്ഷേ യാതൊരു വിധേന എനിക്ക് കഴിഞ്ഞില്ല. ഈ ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു ശ്യാമ വന്നിരുന്നത്, പക്ഷേ ശ്യാമയുടെ അവസ്ഥ അങ്ങനെ ആയി പോയത് കൊണ്ട് തന്നെ നമുക്ക് ഇനി
ഇനി ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവൻ വരുണിനാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. കാരണം വരുണ് കാരനാണല്ലോ അവരുടെ വീട് വരെ നഷ്ടപ്പെട്ടു പോയതെന്നുള്ള നല്ല ടെൻഷനുണ്ട്. അപ്പോൾ വരുണ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആ മാനേജറോടൊന്ന് സംസാരിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ഇവർ ഇങ്ങനെ ഒന്നുകൂടി നീട്ടം കിട്ടിയാലോ എന്നൊക്കെ ഇങ്ങനെ വരുൺ അങ്ങ് പറയുന്നുണ്ട്. അപ്പം പരമേശ്വരൻ പറയുന്നുണ്ട്, ഇനി അവരോട് ചോദിക്കണ്ട, അവർ മാക്സിമം തരാനുള്ള അവധി മൊത്തം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല, അവരുടെ ആ ജപ്തി നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ അവരങ്ങ് പറയാണ്. എന്നിട്ട് പരമേശ്വരന് നേരെ അമ്മനോടും പറയുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കണം, ഈ വയസ്സാം കാലത്ത് അമ്മനെ ഞാൻ തെരുവിലേക്ക് ഇറക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ ഒന്ന് സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ അതും കൂടി സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ടെൻഷനായി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇനി എങ്ങോട്ട് പോകും എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ കൂടെ തന്നെ ഉണ്ട് ഈ ഉർവശിയും കൽപ്പനയും കൂടി. അവരാണെങ്കിൽ ഭയങ്കര സന്തോഷവതികളാണ്. അപ്പോൾ ഈ കൽപ്പന എല്ലാവരും ഇങ്ങനെ ഇടങ്ങേറായി നിൽക്കുന്ന ഈ ഇടയിൽ കൽപ്പനയുടെ ആ ഒരു ക്യാരക്ടർ കൂടി അങ്ങ് എടുക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, ഇതിന് എല്ലാത്തിനും കാരണം വരുണാണ്. വരുൺ ഒറ്റ തന്നെ നമ്മളെല്ലാവരും കൂടി തെരുവിൽ ഇറങ്ങേണ്ടി വന്നത് എന്നൊക്കെ അവൻ ആ ഒരു സമയത്തും അങ്ങ് കുറ്റപ്പെടുത്താണ്. അവൻ പരമേശ്വരൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരാളെങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മളൊരാളെ പഴി ചാരിയിട്ടൊന്നും ഇപ്പോൾ കാര്യമില്ല, അങ്ങനെ ഒരാൾ കാരണമൊന്നും അല്ലല്ലോ അത് ഇങ്ങനെ സംഭവിച്ചു പോയതാണ്, അവനെ ഇനി കുറ്റപ്പെടുത്തണ്ട എന്നൊക്കെ പരമേശ്വരനെ നേരെ കൽപ്പനയോട് പറയുകയാണ്. ഈ ഒരു സമയത്ത് അങ്ങനെ ഒന്നും സംസാരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവളും അങ്ങ് മിണ്ടാതെ നിൽക്കുകയാണ്. ഇവരുടെ മനസ്സിലാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അവരിതുവരെ കാണാൻ കാത്തിരുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരമേശ്വരന് പറയുന്നുണ്ട്, നമ്മളിനി തെരുവിലേക്ക് ഇറങ്ങാൻ പോവാണ്, ഇനി എന്താ ചെയ്യാൻ കഴിയുക എന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ ഈ കൽപ്പന ഉർവശിനോട് മെല്ലെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അല്ല ചെറിയമ്മേ, നമ്മൾ കൂടി ഇനി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ? കാരണം നമ്മൾക്ക് ഭയങ്കര സന്തോഷമുള്ള കൺകുളിർക്ക് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് ഇത് എന്നുണ്ടെങ്കിലും നമ്മൾ കൂടി ഇവരുടെ കൂടെ തെരുവിൽ ഇറങ്ങേണ്ടി വരൂലേ, അതൊരു പ്രശ്നമല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അതൊന്നും ഇല്ലടി, നീ ഇനി കാണാൻ പോകുന്ന കാഴ്ചകളൊന്നും കാത്തിരുന്ന് കാണ് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഭയങ്കര സന്തോഷവതികളായിട്ട് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഈ വരുണാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും ഒന്നുകൂടി ഈ ജപ്തി നീട്ടാൻ കഴിയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ പിറകിലൂടെ ആ ഒരു മാനേജറുടെയും പോലീസുകാരുടെ അടുത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ മാനേജറോട് നേരിട്ട് വന്നിട്ട് അങ്ങ് ഈ വരുണ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്, ഒരു നോട്ടീസെങ്കിലും വെക്കണ്ടേ, എന്നിട്ടല്ല ജപ്തിക്ക് വരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ മാനേജർ പറയുന്നുണ്ട്, ഞാൻ മാക്സിമം നീട്ടി തന്നതാണ്, മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ നീട്ടി തന്നതാണ്. പിന്നെ നോട്ടീസ് അടിക്കുക എന്ന് പറഞ്ഞാൽ കണിമംഗലത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ നോട്ടീസ് അടിക്കുന്നതിനോട് ഈ പരമേശ്വരന് ഒരിക്കലും താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ്, ആ പരമേശ്വരൻ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ നോട്ടീസ് അടിക്കാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഇവനോട് അങ്ങ് പറയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, എന്താ കുറച്ചുകൂടി അവധിയൊക്കെ ഇങ്ങനെ ഇവനെ മാക്സിമം ചോദിക്കുമെന്ന സമയത്ത് ഈ പോലീസുകാരനെ അതിലുള്ള ആ ഒരു പോലീസുകാരനെ ഇവനോട് അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങളിങ്ങനെ ഈ ജപ്തി തടയാനും വേണ്ടിയിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ഒന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് ചൂടായിട്ട് അങ്ങ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ ജപ്തി ചെയ്യാൻ വരുന്നവരോടൊക്കെ മോശമായിട്ട് സംസാരിക്കണം എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കരാറുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബഹളം കേട്ടിട്ട് നേരെ പരമേശ്വരനും ഫാമിലി എല്ലാവരും കൂടി അങ്ങ് വീടിൻ്റെ പുറത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് നേരെ വരുന്നതിനോട് അങ്ങ് ചൂടാവുന്നുണ്ട് പരമേശ്വരന്, എടാ നീ ഇവിടെ അവരുടെ ആ ഡ്യൂട്ടി ചെയ്യാനും സമ്മതിക്കാതെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനോട് അങ്ങ് ഷൗട്ട് ചെയ്യാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇവരോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനും അങ്ങ് പിറകിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ മാനേജർ പറയുന്നുണ്ട്, സർ ഞങ്ങൾ നിങ്ങളുടെ സാധനങ്ങളൊന്നും എടുക്കുന്നില്ല, നിങ്ങൾ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും നിങ്ങൾ എടുത്തോളൂ, ഞങ്ങൾ വീട് മാത്രം ജപ്തി ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകൾ, ആ ജപ്തി ചെയ്യാൻ വന്ന ആളുകൾ എല്ലാവരും കൂടി വീടിനകത്ത് കയറിയിട്ട് അവിടെയുള്ള ഫർണിച്ചേഴ്സും സാധനങ്ങളൊക്കെ പുറത്തിടാൻ അങ്ങ് തുടങ്ങുകയാണ്. അവൻ വരുണാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ടെൻഷനായിട്ട് അവനൊരു സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണം ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സ്വയം അങ്ങ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ അങ്ങനെ ടെൻഷനായി നിൽക്കുന്ന സമയത്താണ് ആ വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു കാർ അങ്ങ് വരുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ചന്ദ്രശേഖരനാണ്. അപ്പോൾ ചന്ദ്രശേഖരന് കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്താണ് ഇവരെല്ലാവരും കൂടി കാണുന്നതും ചന്ദ്രശേഖരന് ജയിലിൽ നിന്ന് ഇറങ്ങി എന്നുള്ള ആ ഒരു വാർത്ത ഒക്കെ അറിയുന്നത് തന്നെ. അപ്പോൾ ഇവർ നേരെ വന്നിട്ട് ഈ ചന്ദ്രശേഖരന് ഈ ഒരു ഇത് തടയാൻ വേണ്ടിയിട്ട് അങ്ങ് വരുന്നതാണ്. അപ്പോൾ എപ്പിസോഡ് എന്തായാലും അവർ അങ്ങ് വരുന്ന സമയത്തൊക്കെ അങ്ങ് കഴിയുന്നുണ്ട്.
അപ്പം പരമേശ്വരനോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ ഞാൻ ഈ ജപ്തി തടയാൻ പോവാണ്, ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ജപ്തി അങ്ങ് തടയുന്ന സമയത്ത് പരമേശ്വരൻ പറയുന്നുണ്ട്, വേണ്ട, അവർ മാക്സിമം അവരെനിക്ക് അവധി തന്നതാണ്, ഇനി കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പരമേശ്വരന് അതൊക്കെ തടഞ്ഞ് ഞാൻ തന്നെ ആ ഒരു പണമൊക്കെ കൊടുക്കാനുള്ള റെഡിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡിലൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സേറ എന്നുള്ള കഥാപാത്രം തന്നെയാണെന്ന് തോന്നുന്നു. ഒരു പുതിയ മുഖമാണ്, ഇതുവരെ കണ്ട ഒരാളല്ല, നമ്മുടെ ഐശ്വര്യടത്തി ഒന്നും അല്ല, നമ്മൾ വിചാരിച്ച പോലെ അതൊന്നും അല്ല സേറ, വേറെ ഏതോ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇതുവരെ കാണാത്തൊരു മുഖമാണ് ഈ സേറ എന്ന് തോന്നുന്നു. ഇനി സേറ തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കുക ആ ഒരു സ്ത്രീ. അപ്പോൾ ഇവർ അങ്ങ് ആ ഒരു ജപ്തി തടഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഈ വീട് ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് പക്ഷേ ഈ വീട് ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കി തന്നത് ഈ വരുണാണ്, കാരനാണ് ഇത് ജപ്തിയായത്. അതുകൊണ്ട് ഈ വീട്ടിൽ വരുണോ രാധിക കയറാൻ പാടില്ല, ബാക്കിയുള്ള എല്ലാവരും കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ആ കണിമംഗലത്തിൽ നിന്ന് അങ്ങ് പുറത്താക്കുകയാണ്. അപ്പോൾ ഈ വരുണ് നേരെ മുത്തശ്ശിനെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. ഇനി അവരെ യാത്ര അയക്കുകയാണോ എന്താണോ ഒന്നും അറിയില്ല. എന്തായാലും പരമേശ്വരൻ അവർ രണ്ടുപേരും ആ വീട്ടിൽ നിന്ന് അങ്ങ് അടിച്ച് ഓടിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇനി ആ വീട്ടിലേക്ക് അവർ രണ്ടുപേരും കയറ്റില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ഇവർ ഇവിടെ നിന്ന് പുറത്ത് പോവുകയാണ്. ഇനി അത് ബാക്കിയുള്ളവരൊക്കെ സമ്മതിക്കുമോ എന്തോ ഒന്നും അറിയില്ല. ഇതൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ എന്താ കാണുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഓൾ.